ധൈര്യത്തോടെ തുഴഞ്ഞു വന്നിട്ടുള്ള ഒരാളും കൂടിയാണ് രാജു സെൻഡോർ എന്ന് പറയുന്ന വ്യക്തി. വളരെ അഭിമാനത്തോടു കൂടിയാണ് മാമൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്കകത്ത് ഞാൻ നിൽക്കുന്നതും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഇവിടെ ദീപക് മലയാറ്റം ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന വേദി കൂടിയാണിത്. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കുട്ടികൾ ഏത് രീതിയിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു സമയത്തും കൂടിയാണ് നമ്മളുള്ളത്. കുട്ടികൾക്ക് പഠനങ്ങൾ പറയുന്നത് അവർക്ക് ബോറടിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് അവർ ഈ രീതിയിലുള്ള ഈ പറയുന്ന അരാജക പ്രവണതകളിലേക്കും അതല്ലെങ്കിൽ ഈ ലഹരിയുടെ ഭാഗമായിട്ടൊക്കെ പോകുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ ബോറടിക്കാൻ നമ്മുടെ കുട്ടികളെ അനുവദിക്കാതെ അവരുടേതായിട്ടുള്ള ഒരു വേ ഓഫ് എക്സ്പ്രഷനായി അവരുടെ കലാവാസനകളെ തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട സാറുമാർക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ സ്നേഹത്തോടെയുള്ള ഒരു അഭിനന്ദനം എൻ്റെ ഭാഗത്ത് നിന്ന് തരികയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പറയുന്ന ചിത്രകല എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനും ഏത് രീതിയിലുള്ള ഒരു മനുഷ്യനും, നമ്മൾ കൈ നഷ്ടപ്പെട്ട ആളുകൾ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, കാലുകൊണ്ട് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, കാല് നഷ്ടപ്പെട്ട ആളുകൾ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, സംസാരശേഷിയില്ലാത്തവർ, കേൾവിശക്തിക്ക് പ്രശ്നമുള്ളവർ, അങ്ങനെ മുഴുവൻ ആളുകൾക്കും പ്രാപ്യമായിട്ടുള്ള ഒരു കലയാണ് ചിത്രകല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ്, ചിത്രകലയെ തന്നെ ഒരു ഭാഷയായി പരിഗണിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സമയത്തു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അവർ വരയ്ക്കുന്നതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ കണ്ടിട്ടാകാം വരയ്ക്കുന്നത്, ചിലപ്പോൾ അവരുടെ ഇമാജിനേഷനിൽ നിന്നാകാം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിലൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാകാം, അതല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഐക്യദാർഢ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാകാം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു കല കൂടിയാണ് ചിത്രകല. അപ്പൊ അതിന്റെ എല്ലാവിധ പ്രാധാന്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയതിനും അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആദ്യമേ തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടു കൂടി രാജു സെൻഡോർ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാമായിട്ടുള്ള രാജു സെൻഡോറിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.